മനസ്സിലാക്കാറുണ്ട്. എന്നാൽ അൽ ഉമ്മി എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ല പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം നോക്കൂ നിങ്ങൾ. വഖദ് റഅയ്തു മിനൽ ഉലാതി ബിമക്ക, മക്കയിൽ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ യഹ്ദിമു മാ ബുനിയ മിൻഹാ, ഖബറുകൾക്ക് മേൽ എടുപ്പുണ്ടാക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ, അത് മാറ്റാൻ അവർ കൽപ്പിച്ചിരുന്നു എന്നാണ്. ഫലം അറൽ ഫുഖഹാ യഈബുന ദാലിക, ഫുഖഹാക്കൾ ആ കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാർ അതിനെ എതിർത്തതായി ഞാൻ കണ്ടില്ല എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലയാണ് പഠിപ്പിക്കുന്നത്. ഇമാം നവവി റഹിമഹുല്ല ശറഹ് മുസ്ലിമിൽ ഇതുമായി എന്നാണ് പറയുന്നത്. വഖദ് റഅയ്തു മിനൽ ഉലാതി, ഭരണാധികാരികളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. മൻ യഹ്ദിമു ബിമക്കത, മക്കയിൽ ഞാൻ തകർക്കുന്നത് കണ്ടിട്ടുണ്ട്. മാ യുബ്നാ ഫീഹാ, ആ മഖ്ബറകളിൽ അല്ലെങ്കിൽ ആ മക്കയിൽ അവിടെയുള്ള മഖ്ബറകളിൽ ഖബർസ്ഥാനിയിൽ ഉള്ള കെട്ടിടങ്ങളെ തകർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ മൗലവി, ഇത് ഖബറിന്റെ മീത്തുള്ള എടുപ്പാണെന്ന് ആര് പറഞ്ഞു? ഖബറിന്റെ മീത്ത് എന്താണ് ഫിഖഹിന്റെ നിയമം? ഖബർസ്ഥാനി രണ്ട് വിധമുണ്ട്. ഒന്ന് മൗഖൂഫായത് അല്ലെങ്കിൽ മുസബ്ബലത്തായത്, വഖഫ് ചെയ്യപ്പെട്ട മറമാടാൻ വഖഫ് ചെയ്യപ്പെട്ട ഖബർസ്ഥാനി, അല്ലെങ്കിൽ പണ്ട് മുതൽക്ക് തന്നെ മറമാടിക്കൊണ്ടുവരുന്നു മുസ്ലിമീങ്ങൾ, അതിനാണ് മുസബ്ബലത്ത് എന്നൊക്കെ പറയുന്നത്. മറ്റൊന്ന് സ്വന്തം സ്ഥലത്തിലുള്ള ഖബർസ്ഥാനി, ഏതെങ്കിലും ഒരാൾക്ക് ഉടമയിൽപ്പെട്ട സ്ഥലത്തുള്ള ഖബർസ്ഥാൻ. ഇങ്ങനെ രണ്ട് വിധമുണ്ട്. എന്നാൽ പൊതു ഖബർസ്ഥാനിൽ അവിടെ ഖബറടക്കുക എന്നതല്ലാത്ത ബാക്കി ഒന്നും അവിടെ ചെയ്യാൻ പാടില്ല എന്നാ. അവിടെ പള്ളി കെട്ടാനും പാടില്ല. ഖബർ മറമാടാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണോ, അവിടെ പള്ളി ഉണ്ടാക്കാനും പറ്റൂല. ദർഗ പോകട്ടെ, പള്ളി ഉണ്ടാക്കാൻ പറ്റൂല, മദ്രസ ഉണ്ടാക്കാനും പറ്റൂല, കൃഷി ചെയ്യാനും പറ്റൂല, അങ്ങാടിക്കട്ട കോംപ്ലക്സ് ഉണ്ടാക്കാനും പറ്റൂല. എന്തേ? അത് മറമാടാൻ വേണ്ടി നീക്കി വെച്ച വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ്. അവിടെ അങ്ങാടിയോ ഷോപ്പുകളോ വീടോ അല്ലെങ്കിൽ മദ്രസയോ സ്ഥാപനങ്ങളോ ഒന്നും അവിടെ ഉണ്ടാക്കാൻ പറ്റൂല. കൃഷി വരെ ചെയ്യാൻ പാടില്ല. അപ്പൊ അവിടെ ഖബർസ്ഥാനിൽ വല്ല ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിലോ അങ്ങാടിയോ വീടോ സ്ഥാപനമോ വല്ലതുണ്ടെങ്കിൽ അതിനെ തകർക്കണം. ഇവിടെ ആ ഖബർസ്ഥാനിയിലുള്ള കെട്ടിടങ്ങൾ തകർത്തത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഖബറിന്റെ മീത്തുള്ള ബിൽഡിംഗ് ആണെന്ന് ആര് പറഞ്ഞു എനിക്ക്? അത് എന്തുകൊണ്ട് ബിൽഡിംഗ് ആയിക്കൂടാ, അങ്ങാടി ആയിക്കൂടാ, വീടായിക്കൂടാ, വേറെ ഏതെങ്കിലും കെട്ടിടം ആയിക്കൂടെ? ആര് പറഞ്ഞു എനിക്ക് ഖബറിന്റെ മീത്തുള്ള കെട്ടിടമാണെന്ന്? ആര് പറഞ്ഞു? ഇനി ആണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ ഖബറിന്റെ മീത്ത് ഉണ്ടെങ്കിൽ അത് തകർക്കേണ്ടതുമാണ്. അത് നമുക്ക് തർക്കമില്ല. മുസബ്ബലത്തും മൗഖൂഫത്തായ ഭൂമിയിൽ ഔലിയാക്കളെ ഖബറിന്റെ മീത്ത് എടുപ്പെടുക്കാമോ എടുത്തുകൂടെ എന്ന് ഷാഫി മദ്ഹബിൽ ചർച്ചയുള്ള വിഷയമാണ്. ഇമാം റംലി റളിയല്ലാഹു അൻഹു അതുപോലെ ഒരു കൂട്ടം ഇമാമിങ്ങളുടെ പക്ഷം ഔലിയാക്കളെ മഖ്ബറാണെങ്കിൽ, അമ്പിയാക്കളെ ഖബറാണെങ്കിൽ അത് നുരുമ്പിപ്പോകാത്ത, ഖബർ മാണ്ടാൻ പറ്റാത്ത ഖബറുകളാണ്. എന്തുകൊണ്ട്? അവരെ മയ്യിത്തുകൾ മണ്ണ് തിന്നൂലല്ലോ, അവരെ ശരീരം മണ്ണ് തൊടൂല. അതുകൊണ്ട് വേറെ ഒരാളെ അവിടെ മറമാടുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് തന്നെ വേറെ ഒരാളെ മറമാടുന്ന പ്രശ്നം വരാത്തത് കൊണ്ട് അവരുടെ ഖബറിന്റെ മീത്ത് കെട്ടിടം എടുക്കുന്ന എനിക്ക് വിരോധമില്ല എന്നാണ് ഇമാം റംലിയും കൂട്ടരും പറയുന്നത്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ മാത്രമാണ് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഏതിരുന്നാലും ഷാഫി മദ്ഹബിലെ ഒരു ചർച്ചാ വിഷയം കർമ്മശാസ്ത്ര സംബന്ധമായ ഒരു ഫിഖ്ഹി ചർച്ചയുള്ള ഒരു വിഷയമാണ്. പക്ഷെ അതൊന്നും എന്തല്ല, ഖബറാരാധനയാണോ പൂജയാണോ എന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വന്ന മസലയേ അല്ല. ഈ കിതാബിൽ പറയുന്ന മസലയും വഹാബികൾ പറയുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. വഹാബികൾ പറയുന്നതോ ഖബറാരാധനയാണ്, പൂജയാണ് എന്നാണ്. ഇമാമിങ്ങൾ അത് ഖബറാരാധനയാണെങ്കിൽ അത് മൗഖൂഫത്തായ ഭൂമിയും മംലൂക്കത്തായ സ്വന്തം ഭൂമിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഖബറിനെ ആരാധിക്കുക അത് സ്വന്തം ഭൂമിയിലാണെങ്കിൽ അനുവദനീയമാണ്, മൗഖൂഫത്തിൽ മാത്രം പറ്റൂല എന്നാണോ? എന്ത് പോയത്താ നിങ്ങൾ പറയാ? അപ്പൊ ഈ ചർച്ചകളൊക്കെ വരുന്നത് അവിടെ മറ്റൊരാളെ മറമാടുന്നതിന് തൊട്ടുള്ള തടസ്സമുണ്ടാകുന്നു എന്നതിന്റെ മേലെയാണ് ഈ ചർച്ച വരുന്നത്. അതിന് ഇമാം റംലി തങ്ങൾ പറഞ്ഞു, അവരെ ഖബറിനടുത്ത് വേറൊരാളെ മറമാടുന്ന പ്രശ്നമില്ലല്ലോ, അവരെ മയ്യത്തിനെ മണ്ണ് തിന്നൂലല്ലോ.
അതുകൊണ്ട് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാം എന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് അത്തരം ഇബാറത്തുകളൊന്നും ഷാഫികളായി ഞങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ ഞങ്ങൾ എത്ര കാലായി ഓതി കൊടുക്കുന്നത് കുട്ടികൾക്ക്, എത്ര കാലായിടോ ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്. നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ഉമ്മിൽ എങ്ങനെയുണ്ട് ഈ ഉമ്മ നോക്കി, നിങ്ങൾ വിചാരിച്ചത് ഇന്നലെ പൊട്ടി മുളച്ച കിതാബാ ഈ കിതാബുകളും? ഈ കിതാബ് ഇന്നലെ വന്ന കിതാബ്, ഈ കിതാബ് ഞങ്ങൾ കണ്ടതല്ലേ, ഞങ്ങൾ ഉസ്താദുമാരൊക്കെ കണ്ട കിതാബല്ലേ, ഇത് കാണാത്ത കിതാബാണോ? അതുകൊണ്ട് അത്തരം ഇബാറത്തുകൾ വന്നിട്ട് വായിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും നേടാന്ന് നിങ്ങൾ വിചാരിക്കണ്ട, മനസ്സിലായില്ലേ? ഇനി